ഹലോ അസ്സാം വലൈക്കും. അപ്പൊ എല്ലാവർക്കും വൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണത് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷാൾ തന്നെയാണ് 500 രൂപക്ക് 4 ഷാള്. ഞാൻ എന്ത് വിചാരിച്ചിരുന്നോ, അത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വീഡിയോ ഇറക്കണ്ട വിചാരിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഡെയിലി അത് തന്നെയാണ് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നേ നമ്മൾ കുറേ ആൾക്കാർ പറയും വീഡിയോ അപ്ലോഡ് ആക്കണത് അറിയണില്ല, അതില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഐശാൽ മാക്സി എന്നുള്ള വാട്സപ്പ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് ഫോളോ ആക്കിയാൽ മതി. നമ്മളിപ്പോൾ ഗ്രൂപ്പ് തുടങ്ങിയാലും കുറേ ആൾക്കാർ അത് കയറിയിട്ട് ആ ഗ്രൂപ്പ് ലിങ്ക് വഴി കയറിയിട്ട് എന്നോട് ഇങ്ങനെ ഫോട്ടോ അയക്കണം, ഇങ്ങനെ ഫോട്ടോ അയക്കണം, കുറേ അമ്മമാരെ ആർക്കും ഇങ്ങനെ ഫോട്ടോ അയക്കണം, ഞങ്ങൾ മൊബൈൽ അങ്ങനെ ആവുകയാണ് ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഐശാൽ മാക്സിൻ്റെ ഗ്രൂപ്പിൽ ഇനി ഫോട്ടോ ഇടൂല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐശാൽ മാക്സിൻ്റെ ചാനലിൽ ഫോട്ടോ ഇട്ടാൽ നിങ്ങൾ ആരെ ഫോണുക്കും അത് സേവ് ആവില്ല, അത് അതിലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും മാക്സിയുടെ ഫോട്ടോ വേണമെങ്കിൽ അപ്പം എന്നോട് വിളിച്ചിട്ട് പറയും അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റണില്ലല്ലോ. ആ ഫോട്ടോ ഇതാക്കിയിട്ട് അവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ 3 ഡോട്ട്സും അമർത്തിയാൽ സേവ് ആക്കിയിട്ട് നമ്മളതിക്ക് പേഴ്സണൽ കൊടുത്തിടണം, അങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ അത് നിങ്ങളെ ഫോണിക്ക് സേവ് ആകൂല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഐശാൽ മാക്സി ചാനലുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിൻ്റെ ഫോട്ടോസ് ലിങ്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഐശാൽ മാക്സി എന്നുള്ള നമ്മളെ വാട്സപ്പ് ചാനൽ ഫോളോ ആക്കിക്കളി. എന്നാലും എന്താ വെച്ചാൽ നിങ്ങളെ ഫോണിക്ക് ഫോട്ടോ സേവ് ആകൂല, ഗാലറി ഇതാകൂല കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സേവ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതും അവിടെ വേറെ കീസിയും ഒക്കെ ഷാള് നിറച്ച് വെച്ചിക്കണം, ഇരുന്ന് കെട്ടയക്കിയിരുന്നു. ഇന്നൊക്കെ കടയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ഞാൻ അതുകൊണ്ടാണ് രാവിലെ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ അപ്ലോഡ് ആക്കിയത്. ഷാള് എത്തിയിട്ടുണ്ട്. നാളെ 10 മണിക്ക്, അതായത് നാളെ വീഡിയോയിൽ അപ്ലോഡ് ആവണം. അന്ന് 10 മണിക്ക് ഇത് ഷാള് റെഡി ആകുള്ളൂ കേട്ടോ. കാരണം അത്രയും പീസ് നമുക്ക് എണ്ണണം, ഇത് റോള് കഴിക്കണം, മാക്സിമം നമ്മൾ കാണിച്ചു പോകുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻറ്റ് ഇല്ലാത്തത് നോക്കണം, ഒക്കെ പണിയുണ്ടായിരുന്നു. പക്ഷെ കുറേ ആൾക്കാർ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടില്ല. കാരണം എടുക്കണവരൊക്കെ കുറേ എടുക്കുകയാണ് കേട്ടോ. പിന്നെ 2-3 എടുത്ത് വെച്ചോലെ അഡ്രസ്സ് എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും കാത്തിട്ട് ഞാൻ ഇരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ അപ്പോഴും ഇനിയിപ്പോൾ നിങ്ങളുടെ സാധനം എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആരതാണ് വെച്ചാൽ 7-ാം തീയതി 8-ാം തീയതി ഓർഡർ ചെയ്തില്ല കേട്ടോ. 7-ാം തീയതി 8-ാം തീയതി ആണ്, അല്ല 8-9 തോന്നുന്നു ഓർഡർ ചെയ്തപോലെ. അഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഞാൻ എന്താ വെച്ചാൽ ഞാനത് വേറെ എന്തോ ഇതാക്കിയേക്ക് വേറെ ഇതൊക്കെയാണ് അയച്ചത്. അപ്പോൾ ഞാനത് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. പിന്നെ ഫോണിൽ നോക്കുമ്പോൾ കാണാനുമില്ല. അപ്പോൾ ഞാൻ തുടങ്ങിയിരിക്കണം കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ വന്നതൊക്കെ വേറെ വേറെ കളറുകളാണ് കേട്ടോ, കണ്ടില്ലേ. ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ രസം അറിയണത്. ഇതാക്കണം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചുവേ എൻ്റെത് ഇങ്ങോട്ട് മാറ്റണോ എന്നുള്ളത്. ഇതുള്ള തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ വിചാരിച്ചു, ഒക്കെ കളർഫുള്ളാണ്, ഏത് കളർക്കും പറ്റും. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ അബായൊക്കെ ഇങ്ങനത്തെ ഷാള് ഇടണല്ല, അബായൊക്കെ ഇടുമ്പോൾ എനിക്ക് സത്യത്തിൽ കുത്താൻ അറിയില്ല. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ അബായിക്കും ഇത് പറ്റും. ഇങ്ങനെ ഇടണവർക്ക് അറിയാലോ ഇത് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ഇങ്ങനത്തെ ഷാളുകളുണ്ട്. ഇതിൽ തന്നെ 3 ഐറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റിൽ. പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇത് കണ്ടില്ല, ഇതൊരു സോഫ്റ്റാണ് കേട്ടോ. അത് ഒരു വേറൊരു മെറ്റീരിയല് കണ്ടല്ലോ, ഇതാണ് കേട്ടോ. ഇത് റെഡ് ചുരിദാർ, ഗ്രീനാ, എല്ലാത്തക്കും പറ്റും, മാക്സിക്കും പറ്റും. ഇതൊക്കെ മഞ്ഞ കുറേ ആൾക്കാർ ഇപ്പം മഞ്ഞക്ക് വരുന്നുണ്ട്. മഞ്ഞ ഇട്ട് കാണുമ്പോഴാണ് കേട്ടോ എല്ലാ കളറിനേക്കാട്ടിലും ഒന്നുകൂടി രസം തോന്നുന്നത് ഈ മഞ്ഞ ഇട്ടിട്ട്. ഒരു താത്തനോട് വിളിച്ചിട്ട് പറഞ്ഞേ, ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ ഉച്ചയ്ക്കാണ് കടയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറ്റിയതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണം, എൻ്റെ മൊബൈലിലെ സ്റ്റോറേജ് ഫുള്ളായിക്കണം, എന്നിട്ട് എനിക്കൊരൊറ്റ ഷാള് പോലും ഇതുവരെ കിട്ടിയില്ല.
അപ്പോൾ ഞാനിങ്ങനെയൊക്കെ സെയിലിൽ നിൽക്കണ ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാകുമല്ലോ. ഇതാക്കണം കണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏത് കളർ വേണം ഷാല് ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് ഷാളുകളാണെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. ഇത് ഓരോന്നും കെട്ടയച്ചാൽ ഓരോ മോഡല് കണ്ടില്ലേ. ഇതൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ഓർഡർ എടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ എന്താ കാട്ടി പറഞ്ഞോ, ഞാൻ ഡ്രസ്സിങ് റൂമത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അതിലും കൊണ്ടുപോയിടുകയാണ്. പിന്നെ അതിന് ഇനി ഓർഡർ അതിൻ്റെ ഉള്ളിൽ ഒരു കയറൂലല്ലോ. ഇതിൽ കാണുന്ന കളർ കേട്ടോ. ഇത് വേറൊരു ചെറിയൊരു ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയണ്ട മക്കളെ. ഞാനിവിടെ 1 മണി വരെ 1:30 വരെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വൈകിട്ടൊന്നും വരരുതിട്ട്. ഞാനിവിടെ 10 മണി മുതൽ 5 മണി വരെ ഉണ്ടാകുള്ളൂ. ഇതാട്ടോ മഞ്ഞില് വെറൈറ്റികളാണ്. ഇത് കുറച്ച് കട്ടിയൊക്കെയുള്ള സൈസാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള അതാണ്. എനിക്ക് ഇന്ന് വീഡിയോസ് എടുക്കാൻ എനിക്ക് വയ്യ. എന്നാലും ഞാൻ പിന്നെ ഇന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് ഞാൻ എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരോട് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ ഇന്നെ കാത്തിരിക്കുകയാണ് കുറേ ആൾക്കാർ. നാളെ എപ്പോഴാ താത്ത എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ നാളെ വരുമ്പോഴത്തേന് 12-1 മണിയൊക്കെ ആവട്ടോ. കാരണം എനിക്ക് നാളെ കുറേ കൊറിയർ അയക്കാണ്ട്. നമ്മളെ എന്താണ് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ 89-210 89-804 നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യരുത് കേട്ടോ. കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റൂല. കണ്ടല്ലേ ഈ കളറൊക്കെ. ഇതിനി മാക്സിക്ക് പറ്റും, ഫ്രോക്ക് മാക്സിക്ക് പറ്റും, ടോപ്പിക്ക് പറ്റും, പിന്നെ ഇതൊക്കെ പറ്റിയ ചുരിദാർക്ക് പറ്റും. എല്ലാ ഡ്രസ്സുക്കും ഇത് മാച്ചാണ്. കാരണം ഇത് ഏതാ എടുക്കണ്ടെന്നുള്ളത് എനിക്ക് അറിയണില്ല സത്യത്തിൽ, ഏതെടുക്കണം എന്നുള്ളത്. ഈ മഞ്ഞ അവിടോ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് ഇവിടെ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ, ഓട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളതായി. ഞാൻ അവനോട് പറഞ്ഞു കംപ്ലൈന്റ് ഉള്ളതൊക്കെ എനിക്കാണ് തന്നാലാ പറഞ്ഞു. കാരണം 1500 നമ്മൾ ഇതാക്കി കൊടുത്തില്ലേ, അപ്പോൾ അതെനിക്ക് ഫ്രീ ആയിട്ട് തരാൻ പറഞ്ഞു. ഇതൊക്കെ നോക്കിയും ചിലപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര രസമില്ല അറിയും ചിലവര്, ഇഷ്ടമായില്ല പറയും. ചിലപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും രസമുണ്ട് പറയും. ഇപ്പോൾ ഏകദേശം ഒരു 500-600 പീസ് സെയിലായിട്ടോ. ഇപ്പോൾ വീണ്ടും 400ഓളം പീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്നോട് ചോദിക്കാൻ ഒരു 1000 പീസും കൂടി ഓർഡർ കൊടുക്കട്ടെ ഞാൻ. അപ്പോൾ കുറേ ആൾക്കാർ സെയിലാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അത്ര വലിയ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യത്തിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഞാനും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാം കേട്ടോ. ഇതിനിവിടെ സീക്വൻസ് വർക്കും കുറേ എടുക്കണവർക്ക് കേട്ടോ. 1 പീസ് 2 പീസ് ഒന്നുമല്ല, ഈ 15 എണ്ണം 18 എണ്ണം 20 എണ്ണം ഒക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. കുറേ ആൾക്കാർ അങ്ങനെ ഇതൊക്കെ ഇത് നല്ല സോഫ്റ്റാണ്. അതിൽ ഞാൻ പറഞ്ഞ 2-3 ഐറ്റം വരുന്നുണ്ട് മെറ്റീരിയൽ. ഇത് പറ്റ സോഫ്റ്റാണ് കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ ചുരിദാർക്കൊക്കെ
ഇത് ഞാൻ ഇത്രയും തടിയുള്ള ഇന്നെ ഇതാക്കണം കേട്ടോ. അപ്പം നിങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ അത്ര തടിയുള്ളവരൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ കുറേ ടോപ്പുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്ലെയിൻ തന്നെ ഒരു ടോപ്പ് ഉണ്ടാകും. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളെ ഷാളാണല്ലോ നോക്കാണ്ടല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ട് ചില ടീച്ചർമാർ ഇന്നലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ടീച്ചർമാരാണെന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനത്തെ പറഞ്ഞേ, ജോലിക്ക് പോണവർക്കൊക്കെ ഷാളേ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ ഈ ഇപ്പം ഇത് 3 എണ്ണത്തേക്ക് പറ്റും. ഗോൾഡൻക്ക് പറ്റും, ഇതൊക്കെ പറ്റും, ഈ ഗ്രീനിക്ക് പറ്റും. ആ ബുദ്ധി എനിക്ക് കുറേ മുന്നേ ഉദിച്ചതാണ്. ഞാൻ ജോലിക്ക് പോയ സമയത്ത് ഒരു കറുപ്പ് ടോപ്പ് അടിച്ചിട്ട് എത്ര ഷാള് മാറ്റിയിടും, എത്ര ദിവസം ഞാൻ അല്ല ടോപ്പ് ഒന്നൊന്നുമല്ല. ഒരാഴ്ചയിൽ ഒരു റോസ് ആണെങ്കിൽ പിന്നത്തെ ആഴ്ച വരുമ്പോൾ കറുപ്പ് ടോപ്പും പീക്കോക്ക് കളറും ഇടും. പിന്നത്തെ ആഴ്ചയിൽ കാരണം ഞാൻ തന്നെ അടിക്കുക, ഞാൻ തന്നെ എടുക്കുക, ഞാൻ തന്നെ ഇടില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ, ഇഷ്ടംമാതിരി അടിക്കാൻ പറ്റുമായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ സാരി തരുമായിരുന്നു, ഞാൻ അങ്ങനെ അടിക്കുമായിരുന്നു. ഞാനൊന്ന് ശ്വാസം വിടട്ടെ കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് ഒരു സാരിയാണ്, ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സ് വേറൊരു സാരിയാണ് കേട്ടോ. കണ്ടല്ലേ, എല്ലാം രസമുണ്ടോ ചോദിച്ചാൽ ചിലത് രസമില്ല കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം മാക്സിമം ഞാൻ ഡാമേജ് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അവനോട് പറഞ്ഞു ഡാമേജ് പീസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തും കൊടുന്നോളൂ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു അത് എനിക്ക് വന്ന് തന്നൂടെ ഞാൻ ചോദിച്ചു. കാരണം നല്ല രസമുള്ളതൊക്കെ ഡാമേജ് ഉണ്ട്. കുമ്പിടാൻ വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കവറിലാക്കിയിട്ട് കൊടുന്ന് വെച്ചിരിക്കണത്. നാളെ കുറേ ആൾക്കാരുണ്ട് കടയിൽ വരാൻ കാത്തുനിന്നിട്ട്. പേടിച്ചണ്ട, അവർക്ക് വേറെ പീസുകൾ ഉണ്ട്. അപ്പം നിങ്ങൾ കാണാതെ എനിക്ക് അവർക്ക് സെയിലാക്കാം നിങ്ങളെ. കാരണം ഒരാൾ കൊണ്ടുപോയിട്ട് ഒരാളിത് കണ്ടിട്ട് വീണ്ടും വീണ്ടും വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതിൻ്റെ വേറൊരു കളർ ഇപ്പം ഞാൻ നിർത്തി തോന്നുന്നില്ല, അത് വേറെ ഡിസൈൻ കേട്ടോ. ഇത് വേറെ ഡിസൈനാണ്. അല്ലോ ഇത് കണ്ടില്ലേ, കേട്ടോ. ഇതൊരു പീക്കോക്ക് എന്തൊരു ഡാർക്ക് കളറാണ്, പക്ഷെ ഇതുമേലും ചെറിയൊരു ഡിസൈനൊക്കെ ഇങ്ങനെ വന്നിട്ട് കേട്ടോ. നമ്മളെ മറ്റേ വീഡിയോസിലുള്ള ആകെയുള്ള നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തിട്ട് ആകെപ്പാടുള്ള സ്റ്റോക്ക് ഇതാണ് കേട്ടോ. ഇതല്ല ഇത് ഡാമേജ് പീസാണ്, ഇതാണ്. അത് ഞാൻ അതിന് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇട്ടാലാണ് ഇതിൻ്റെ രസം അറിയാം. ഇത് രസമുണ്ടല്ലേ ശാലുവ, ഇതെങ്ങനെ ഉണ്ടടാ, രസമുണ്ടല്ലേ നീല. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു കൂടെ എനിക്ക് നീല ഭയങ്കര ഇഷ്ടമാണെന്ന്. കുറെ ആൾക്കാർ മഞ്ഞ ചോദിച്ചു നിന്നു. മഞ്ഞ ചോദിച്ചു വന്നപ്പോഴത്തേനും മഞ്ഞ കഴിഞ്ഞു. കാരണം മഞ്ഞ ആർക്കും വേണ്ട പറഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോയിലെത്തും രണ്ടാമത്തെ വീഡിയോസിൽ വന്ന മഞ്ഞ അവിടെ കടന്നിരുന്നു. ആദ്യത്തെ വീഡിയോസിൽ ഒരാളായിട്ട് ഒരു മഞ്ഞ എടുത്തു, പിന്നെ ഒരു മഞ്ഞ ഞാൻ എടുത്തു. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിങ്ങളൊരു മഞ്ഞ എടുത്താൽ ഞാൻ ഒരു മഞ്ഞ എടുക്കും പറഞ്ഞിരുന്നു. പിന്നെ നോക്കുമ്പോൾ മഞ്ഞക്ക് തല്ലേ ഇന്റെ മഞ്ഞയും കൂടി എടുത്തു കൊടുത്തു ഞാൻ ലാസ്റ്റ്. എന്നിട്ട് എനിക്ക് മഞ്ഞ കിട്ടിയില്ല. ഞാൻ അങ്ങനത്തെ നല്ല കാര്യമൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. കാരണം മഞ്ഞ അർജന്റാണ് പറഞ്ഞപ്പോഴേ ലാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് എടുത്തു കൊടുത്തു. പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നത്.
ഞാൻ അപ്പോഴേ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ കാണണ്ടെന്നുള്ളത്. എന്നെ കൊണ്ട് നിങ്ങൾ എടുത്തുവെച്ചതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ച് ഞാൻ എടുത്ത വെച്ച ഷാളിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ അതിന്നാണ് എല്ലാവർക്കും വേണ്ടത്. അതിന്ന് 3 എണ്ണം എൻ്റെ അനിയത്തി തന്നെ അടിച്ചു മാറ്റി. ഓൾഡ് നേരം വെളുക്കുമ്പോൾ തന്നെ മെസ്സേജ് ഇട്ട് വെച്ചേക്കണം, ഇത് 3 എണ്ണം എനിക്ക് കിട്ടും. പിന്നെ നമ്മളെ സ്ഥിരം ഒരു താത്ത ഉണ്ട്, ആ താത്ത അതിന് എനിക്ക് 3 എണ്ണം കേട്ടോ. ഇത് പറ്റ സോഫ്റ്റുമാണ്. ലാസ്റ്റ് എൻ്റെ കെട്ടൽ കാലിയായി. ഞാനൊരു 3 എണ്ണോ 4 എണ്ണമായിട്ട് എനിക്ക് കിട്ടിയതുള്ളൂ ആ ഷാള് കാണിച്ചില്. പിന്നെ ഒന്നിന് കുറേ ആൾക്കാർ തുനിഞ്ഞു നോക്കി. പക്ഷേ ഞാനുണ്ടോ കൊടുക്കണു? ഇതും തന്നെ ഇങ്ങനത്തെ കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ട് ഞാൻ തിരുമ്പി കുളിച്ചാത്ത കളർ മാത്രം ഇട്ടടങ്ങിയത് ഞാനാണ്, ഡാർക്ക് കളർ. അപ്പോൾ കണ്ടില്ലേ, ഇതെനിക്ക് നല്ല ഇഷ്ടമായിക്കണം. പക്ഷേ എന്താ ചെയ്യുക, നിങ്ങളെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും ഇതൊക്കെ. അതിനിത് എനിക്ക് എടുക്കാൻ കിട്ടണില്ല, കണ്ടല്ലേ. അപ്പോൾ ഒരുപാട് എണ്ണം കാണിച്ചു തരുന്നുണ്ട്. 4 എണ്ണമാണ്. ഞാൻ റേറ്റ് പറയാൻ നിന്നിട്ടില്ല. ഇതൊരു വേറെ വെറൈറ്റി കേട്ടോ, വേറെ വെറൈറ്റി കളറാണ്. അടുത്ത ബ്ലാക്ക്. ഓരോരുത്തരും നോമ്പുങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ എടുത്തേക്കണത്. 3 എണ്ണം 4 എണ്ണൊക്കെ. ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് പറഞ്ഞിട്ട്. അല്ലാ പഠിച്ചോനെ, ഞാൻ അർജന്റ് ഇന്ന് നേരത്തെ. സമയത്രായി എടാ, സമയത്രായി? ഈ ഡ്രസ്, ഈ ഷാളിൻ്റെ ഈ ചുരിദാർക്ക് നല്ല മാച്ചാണ് കേട്ടോ. ഈ ഡ്രസ്സൊക്കെ നല്ല മാച്ചാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ഈ ഡ്രസ്സ് കീറിപ്പോയി. അതുകൊണ്ട് ഇത് ഇവിടെ നിന്നോട്ടെ. നോക്കി ചുറ്റിടാനും പറ്റും, ഈ മാക്സിക്ക് ഇടാനും പറ്റും. ഇത് രസമാണല്ലേ. കുറേ ആൾക്കാർ മഞ്ഞക്ക് കാത്തിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മഞ്ഞ ഇഷ്ടംമാതിരി മഞ്ഞാണ്. കേട്ടോ, ഇതും പറയുമ്പോൾ തന്നെ ഇതൊക്കെ മാച്ചാട്ടോ. കാരണം ഈ വള്ളിൻ്റെ കളറ് ഈ കളറ് വരുന്നുണ്ട്, ഈ കളറ് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഒന്നും നമ്മൾ കാണിച്ച പ്രിൻ്റ് അല്ല. ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. എനിക്ക് തോന്നി ഒരു ഇതിൽ കളർ ചേഞ്ചുകളൊക്കെ വന്നുകണോ ഒന്ന് തോന്നിയിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഈ ഷാള്. പക്ഷെ ഇതിന് ഇവിടെ സീക്വൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ സീക്വൻസൊക്കെ ചിലപ്പോൾ പോയിക്കാരും തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ഈ പറയണതൊന്നും നിങ്ങൾ സ്കിപ്പ് അടിച്ചതുകൊണ്ട് കേൾക്കൂല അതല്ലേ. അല്ലാഹ് റബ്ബി, ഇനി എത്ര മണം ഉണ്ടെന്നോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൊണ്ട് എന്താണെന്നോ, മറ്റേ ചാനല് എന്താണ് ഡിസ്കൗണ്ട് സെയിലും ഈ ചാനലിൽ ഷാളും എൻ്റെ മാക്സികൾ അവിടെ കിടക്കണമൊക്കെ വീഡിയോ ചെയ്യാൻ. ഇതും കണ്ടില്ലേ, കളർഫുള്ളാണ്. പറയും ഞാൻ വീഡിയോ ചെയ്യണില്ല അറിയും. പിന്നെ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ നിക്കട്ടെ. അപ്പൊ നിങ്ങളെല്ലാം വീഡിയോ എടുക്കണില്ല. ഞാൻ വീഡിയോ ആൾക്കാരൊക്കെ പാടെ വരുന്ന ഷാളിന്. അപ്പൊ ഞാൻ നാളെ എത്ര മനുഷ്യന്മാരോട് ഞാൻ പറഞ്ഞതാണ് നാളെ 10 മണി എന്നുള്ളത്. നാളെ 10 മണിക്ക് വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ എത്ര ആൾക്കാരോട് ഞാൻ പറഞ്ഞതാണ്. പോലെ പിന്നെ ഞാൻ ഇതാക്കിയില്ല. ഇനി പാവാതിട്ട് നിങ്ങൾ നാളെ വെള്ളിയാഴ്ചയാണ്.
അടുക്കളയിലെ പണി ബിരിയാണി വെക്കണതും കൂടി ഇട്ടിട്ടേക്കാര നിങ്ങൾ ഇനിയും കാത്തിട്ടിരിക്കുക അല്ലേ? നാളെ പള്ളിക്കന്ന് വരുമ്പോൾ ബിരിയാണി വേണ്ടിവരും, തേങ്ങാച്ചോറ് വേണ്ടിവരും, നെയ്ച്ചോറ് വേണ്ടിവരും. അതൊക്കെ നാളെ വെള്ളിയാഴ്ച തന്നെ അല്ലേ? അതൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നെ കാത്തിരിക്കും. എന്തിന്? ഇതൊന്ന് കാണാൻ. ചിലന്മാർ പറയും ഞങ്ങൾ വീഡിയോ അടുക്കളയിൽ ഇട്ടുവെച്ചുകാണ്ട് പണിയെടുക്കും. ശരിക്കും ഞാൻ പറയുന്നത് കേക്കല്ല വേണ്ടത്, ഞാൻ ഇത് കാണാനാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാക്സിങ്ങൾ കാണൂലല്ലോ. ഇന്ന് തന്നെ ചിലർ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടൊക്കെ റെഡിയാക്കി വെക്കും. കാരണം കുറേ ആൾക്കാർക്ക് വേണം എന്നാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ നാളെ 10 മണി സമയം പറയും. 10 മണി. ഓ ഇത് സൂപ്പറാണ്. ഇതങ്ങോട്ട് അങ്ങനെ ഇതിൻ്റെ കുഴഞ്ഞ് കിടക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ അമ്മക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ സാരി, ഇങ്ങനെ സോഫ്റ്റ് സാരി. ഇനി കാണിച്ചു തരണല്ലേ? കാണിച്ചു തരും. രസമുണ്ടോ? രസമല്ലേ? നിങ്ങളൊരു ലൈക്കോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്യൂല, അതൊന്നും ഇല്ല. നമ്മൾ എത്ര വെറൈറ്റി കൊടുത്താലും ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഇപ്പോൾ കടയിൽ വരുന്ന കസ്റ്റമറുകളൊക്കെ പറയും എന്താ താത്ത മോഡൽ മാക്സി ഇല്ലാത്ത മോഡൽ, മറ്റേ നിങ്ങൾക്ക് നല്ല മോഡൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. നമ്മൾ വരും, ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് വരും. ഇതൊക്കെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കറാം. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും സൂപ്പറാണ് ഷാള് കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഷാള് കിട്ടി, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും സൂപ്പറാണ്. ഇനി വന്നാൽ ഇനിയും വേണം പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്നോ, ഈ വാങ്ങിയാലൊക്കെ മാറിക്കുമല്ലോ. വാങ്ങാത്തോല് വരിക്കാരം അങ്ങനെ ഉണ്ടല്ലോ. ഫീസ് അടക്കാത്തോലും എന്താണ് റസീത്ത് വാങ്ങാത്തോലും, അതേമാതിരി വാങ്ങാത്തോലും ഇങ്ങനെ വന്നിട്ട് എടുക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരിക്കൽ ഇനി വേണം പറഞ്ഞു. താത്ത ഇനി ഉണ്ടോ, ഇനി ഏതാ സ്റ്റോക്ക്? ഞാൻ പറഞ്ഞു നാളത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞോളി ഇതാട്ടോ. ഇന്ന് വന്നവരോട്, കാരണം ഇത് നമുക്ക് നിർത്തി ഉള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നിങ്ങൾ നാളെ പറഞ്ഞ്. കാരണം കണ്ടല്ലേ ഇതൊക്കെ ഞാൻ പെരയിലിരിക്കുന്ന സമയമാണെങ്കിലുണ്ടല്ലോ ഇതൊക്കെ ഓരോ ചുരിദാറും ഞാൻ അടിച്ചിരുന്നു. ഫോണില്ല, വേഗം നടന്നു കണ്ടല്ലേ. ഇതിൻ്റെ ഒരു വെറൈറ്റികൾ കുറേ ഉണ്ട് തോന്നുന്നു അല്ലേ ഈ കളറില്. മറ്റേ എന്താണ് ഇതിന് പറയാ, രംഗോലിക്കൊക്കെ പറ്റും. അതിന് പറ്റിയ ഷാളുകളാണ്. നാലഞ്ചെണ്ണം എടുത്ത് വെക്കാം. സാലൂരെങ്ങാനും കല്യാണത്തിന് രംഗോലി കൊണ്ടുപോകാൻ. ഇതാടോ. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾ വിചാരിച്ച കഴിഞ്ഞു എന്നുള്ളത്. കുമ്പിടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തൊക്കെ കേട്ടോ. ഇത് കണ്ടില്ല, ഇത് വേറൊരു തുണിയാണ് കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള സൈസാണ്. ഇതൊക്കെ ഭാഗ്യമുള്ളവർക്കാണ് കിട്ടുക. കണ്ടില്ലേ, മഞ്ഞയാണ്. മഞ്ഞ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളെ മംഗോളിയൻ ഡിസൈനാണ് കേട്ടോ. ഇതുമ്പോ ഒന്നുകൂടെ ഇഷ്ടമാതിരി മംഗോളിയൻ. നമ്മളുടെ ഐശാൽ മാക്സിന്റെ പേരിലും ഐശാൽ ഫാഷന്റെ പേരിലും ചെയ്ത ഷാലുവിന്റെ പേരിലും ഒരു പൊന്നാട് അരികാണ്. തമാശിച്ചരുത് കേട്ടോ. എല്ലാരും പറയും നിങ്ങൾ തള്ളി മകന് എന്ത് സ്നേഹം, എന്നാ കണ്ടാലോ ഞങ്ങൾ പൊരിഞ്ഞടി കേട്ടോ. ക്യാമറ ഓഫ് ആക്കിയതൊന്നുമില്ല.
യെസ് എന്താട്ടോ എന്തിനാന്നും കൂടി പറയണം എന്ത് ചീത്തയിക്കണത് ഫോൺ വെച്ചിട്ട് യെസ് അപ്പൊ എന്റെ മകൻ സത്യസന്ധനാണ് പറഞ്ഞു ഇനി ഫോണുമ്പോ എന്താ കളിയെന്നും കൂടി നിങ്ങൾ അറിയണ്ടേ തെങ്കാശിപ്പട്ടണം മുതൽ ഏതൊക്കെ ഉള്ള സിനിമകൾ മൊത്തം ഡൗൺലോഡ് ആക്കുക പണ്ടത്തെ ചെലപ്പോ കാണാ ചെലപ്പോ കാണാൻ അങ്ങോട്ട് പൊട്ടി 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 ചിരിച്ചു അപ്പൊ ചെന്ന് നോക്കുമ്പോ ഹരിശ്രീശേഖരന്റെ ഒക്കെ വല്ല കോമഡി എന്നാ ഞാൻ നിർത്തല്ലേ കൊയങ്ങിയടാ ഡമ്മി ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കൂലല്ല അപ്പോഴും ഞാൻ ഇട്ട് കൊടുക്കണ്ടേ ഈ ഷാളിന്റെ വീഡിയോ കഴിയുമ്പോ പിന്നെ നിങ്ങൾ പറയരുത് ഞാൻ മെലിഞ്ഞുക്കണു കാരണം കുറച്ച് ദിവസം ഇത് ഇങ്ങനെ 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 സത്യമായിട്ട് കാരണം ഇത് കൂടാകൂരാ ഇതിന്റെ പുറത്ത് ഇനിയിപ്പോ ഞാൻ ഇന്റെ വേറെ സെക്ഷൻ ഉണ്ടല്ലോ ആ ഇന്റത് ഇന്റെ ഞാൻ ഇട്ടോക്കലൊന്നുമില്ല ഞാൻ കളർ കണ്ട അപ്പൊ ഭയങ്കര എനിക്ക് ഭയങ്കര സങ്കടം എന്റെ കുറെ ശാളുകൾ എന്നാലും ഞാൻ തൃപ്തിപ്പെട്ട് കൊടുത്തതാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാല് ഇനിയും കിട്ടും എന്നുള്ളതിൽ നമുക്ക് കിട്ടും വിചാരിച്ചു കൊടുത്തതാണ് പോയില്ല മോളെ ഓനോട് ഇതേ സെയിം സാധനം 1000 കൂടി തരാ പറഞ്ഞില്ലേ ഇതിപ്പോ 1000 ഇപ്പൊ ഇത് 900 500 ആദ്യം 1000 ആയിട്ടുണ്ടാകും ആദ്യം ഞാൻ കുറച്ച് എടുത്തു കൊടുന്നു ആ അത് ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാതെ ഇത് കുറച്ച് കട്ടിയുള്ളതാട്ടോ ഇത് കുറച്ച് കട്ടിയുള്ളതാണ് ആദ്യം 100 പീസ് അങ്ങോട്ട് പോയി അല്ല പൗതി അങ്ങോട്ട് പോയിട്ടുള്ളൂ അല്ലേ ഇനി എത്ര ആയാലും ഒരു ഇനിയും ചോദിച്ചാൽ ഓർക്ക് ഇനിയും കൊടുന്നു കൊടുക്കുക അപ്പൊ ഇനി നമ്മള് 1000 പീസ് ഇറക്കണ്ട വേഗം വന്ന് വാങ്ങിക്കോളെ ഇതും കുറച്ച് കട്ടിയുള്ള ഒരു ഷാളാണ് കേട്ടോ കുറച്ച് ഉമ്മാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടാന് നമ്മളൊരു അടുത്ത ഒരു അബദ്ധം പറ്റി ഇത് ആരോ എടുത്തു വെച്ചതല്ലോ ആടാ ഇതെങ്ങനെ ഇതില് പെട്ടു ഒരു മിനിറ്റ് കയ്യില് പൈസ ഇട്ടുക്കണോ ഇല്ലെന്നുള്ളത് ഇനിയോല ആരെങ്കിലും എടുത്ത് വെച്ചോലെ നിങ്ങള് വീഡിയോ കാണണമെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചൊറുക്കുള്ളത് തരും അല്ലാതെ എന്താട്ടോ ഒന്ന് നമ്മളിപ്പോ എവിടെ പറഞ്ഞു നിർത്തി ഞാൻ എവിടെയും പറഞ്ഞു നിർത്തിയിട്ടില്ല ഞാൻ ഈ വീഡിയോ കണ്ട് നമ്മുടെ ഒരബദ്ധം പറ്റി വെച്ചാൽ അടുത്ത വീഡിയോ വരാണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതിലും വലിയ നല്ല രസമുള്ള ആള് അയില് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ വരാണ്ട് പറഞ്ഞു ഒരാ കൂട്ടരോട് അവരറിഞ്ഞു ആ വീഡിയോ നീ എടുത്തോണ്ട് പറഞ്ഞു രണ്ടാമത്തെ വീഡിയോ വന്നപ്പോൾ എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പൊ അതാ പറയണത് ഞാൻ എടുത്ത് വെച്ചതെന്ന് തോന്നുന്നു നിങ്ങളെ ടേസ്റ്റ് എന്താണ് ഞമ്മക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മള് പറയണത് ഇപ്പൊ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോടെ പിന്നത്തെ വീഡിയോ വരുമ്പോ ഇത് കുറച്ച് റിച്ച് ആണ് കേട്ടോ ചെലപ്പോ നിർത്തല്ലേ നിർത്തവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എടുത്തോളൂ നിർത്തല്ലേ നിർത്തവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്തായാലും എടുക്കും ഒരു ചങ്ങായി ഇന്നെ രാത്രി ഇന്ന് തട്ടി കൊണ്ടുപോകുന്നു പറഞ്ഞോക്കണം 400 ഒരു ചങ്ങായി വിളിച്ചു കാണി എന്നോട് ഇന്നലെ രാത്രി ആദായ വിൽപ്പന ആരെങ്കിലും എടുത്ത് വെച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോളി കിട്ടാം 8,000 മാഷാ കഴിഞ്ഞു ഞാനിങ്ങനെ മുണ്ടല്ലേ ഞാൻ കഴിഞ്ഞു ഞാനിതൊന്ന് വീഡിയോ എടുക്കാനാവൂല വിചാരിച്ച് കാരണം ഞാൻ അത്രയും ക്ഷീണം പറ്റി എന്നാലും ഞാൻ അരമണിക്കൂർ നിങ്ങൾക്ക് കാണിച്ചു തന്നിക്കണം ഇതിൽ ഏതൊരു നാലിനെടുത്താലും 500 ഉറുപ്പ്യാണ്
അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. ഹോൾസെയില് റീറ്റെയിലാണ്. റീറ്റെയില് 89 210 89 804 എന്നുള്ള നമ്പർക്ക് എത്രയും വേണ്ട സ്ക്രീൻഷോട്ട് ആക്കിയാ ഒക്കെ പോയി.